ഓട്ടോകാഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ഇന്റർഫേസ് ആണ് കിട്ടുന്നത്. ഇതിലെ ഈ ടെംപ്ലേറ്റ്സ് ആരോ ക്ലിക്ക് ചെയ്ത ശേഷം നാം അക്കാഡ് ISO DWT സെലക്ട് ചെയ്യുക. അക്കാഡ് ISO DWT. ഈ 2D വർക്ക് സ്പേസിൽ നമുക്ക് ലിമിറ്റ്സ് അറേഞ്ച് ചെയ്യാം. ലിമിറ്റ്സിന് LIMITS അടിക്കുക. LIMITS എൻ്റർ. ഫസ്റ്റ് കോർണർ ലോവർ ലെഫ്റ്റ് കോർണർ ലിമിറ്റ് 0,0 അത് തന്നെ. ഇനി എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് 200 100 ആക്കാം. 200, 100 എൻ്റർ. ഓൾ. ഇനി നമുക്ക് ഈ ഒരു 2D ആണ് ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. ഈ ഒരു 2D ഒബ്ജക്റ്റ്. അപ്പൊ ആദ്യം നമുക്ക് 35 യൂണിറ്റിൽ ഒരു ലൈൻ വരയ്ക്കാം. ഓട്ടോ ഓൺ ചെയ്യുക. ഗ്രിഡ് ഓഫ് ചെയ്യുക. 35 എൻ്റർ. ഇനി ഇത് നമുക്ക് 44 യൂണിറ്റിലേക്ക് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാം. ഓഫ്സെറ്റ് O ആണ്. O എൻ്റർ. 44 എൻ്റർ. സെലക്ട് ചെയ്യുക. ഓഫ്സെറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഒരു ലൈൻ കൊണ്ട് ഈ എൻഡ് പോയിന്റ് ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് ഈ ലൈൻ 10 യൂണിറ്റ് ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യാം. 10 O എൻ്റർ. 10 എൻ്റർ. 10 യൂണിറ്റ് ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യും. എസ്കേപ്പ് ചെയ്യാം. നോക്കാം. ഇത് 24 യൂണിറ്റ് ആണ് ഈ ഭാഗം. അപ്പൊ ആകെ ഇത് 44 യൂണിറ്റ് ആണ്. 44 മൈനസ് 24 എന്ന് പറയുമ്പോൾ പിന്നെ അത് 20 ആണ്. അപ്പൊ ഇത്രയും ഭാഗം ഇവിടെ 10ഉം ഇവിടെ 10ഉമാണ്. ഇതിന്റെ ഈ 24 യൂണിറ്റിന്റെ ഈ ഭാഗത്ത് 10ഉം ഈ ഭാഗത്ത് 10ഉം. അപ്പൊ നമുക്ക് ഈ ലൈൻ 10 യൂണിറ്റ് വീതം ഈ രണ്ട് ലൈനും അകത്തേക്ക് ഓഫ്സെറ്റ് ചെയ്യാം. ഓഫ്സെറ്റ് കമാൻഡ് എടുക്കാം. O എൻ്റർ. 10 എൻ്റർ. ഇത് 10 യൂണിറ്റ് ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഈ ലൈനുകൾ ഇതിനോട് എക്സ്റ്റെൻഡ് ചെയ്യണം. ഇതിന്റെ അടുത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പൊ എക്സ്റ്റെൻഡ് കമാൻഡ് ഉപയോഗിക്കണം. എക്സ്റ്റെൻഡിന്റെ ഷോർട്ട് കട്ട് EX ആണ്. EX എൻ്റർ. ആദ്യം എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് ഏതിലേക്കാണോ ആ ലൈൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിലേക്കാണ് സെലക്ട് ചെയ്യുക. എൻ്റർ ചെയ്യുക. ഈ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാണോ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ പോയിന്റുകൾ 2 പോയിന്റ് ഈ എൻഡ് പോയിന്റുകൾ ലൈൻ വലിക്കാം. ലൈൻ കമാൻഡ് എടുക്കാം. പോയിന്റ് വലിക്കാം. ലൈൻ കമാൻഡ് എടുക്കാം. ഈ പോയിന്റ് വലിക്കാം. നാം ചെയ്യേണ്ടത് ഇപ്പുറത്തുള്ള വർക്കുകളാണ്. ഇപ്പുറത്തെന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും റേഡിയസ് 7 ആണ്. ഇതിന്റെ ഈ സർക്കിൾ റേഡിയസ് 7 ആണ്. അപ്പൊ ഇതിന്റെ ഡയമീറ്റർ 14 ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ സർക്കിൾ വരക്കണമെങ്കിൽ 14 യൂണിറ്റിന്റെ ഒരു ലൈൻ ഇവിടെ 14 യൂണിറ്റ് ആവും. 7 + 7 14. അപ്പൊ ഈ ലൈൻ ഓഫ്സെറ്റ് 14ലേക്ക് ഓഫ്സെറ്റ് ചെയ്യാം. അപ്പൊ ഓഫ്സെറ്റ് കമാൻഡ് ഇനി എടുക്കാം. O എൻ്റർ. 14 എൻ്റർ. 14ലേക്ക് ഓഫ്സെറ്റ്. നമുക്ക് ഇതിന്റെ സർക്കിൾ റേഡിയസ് 7 എന്നുള്ള സർക്കിൾ വെക്കാം. അത് നമുക്ക് 14 ഡയമീറ്റർ റേഡിയസ് 7 എന്നുള്ള 14 ഡയമീറ്ററിന്റെ സർക്കിൾ വെച്ചാലും മതിയാവും. അപ്പൊ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ 14 ആണ്. അപ്പൊ നമുക്ക് 2 പോയിന്റ് സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ശരിയാവും. അപ്പൊ നമുക്ക് സർക്കിൾ എടുക്കാം. 2 പോയിന്റ് എടുക്കാം. സർക്കിൾ
കമാൻഡ് എടുത്ത് കഴിഞ്ഞാൽ 2 പോയിന്റ് എടുക്കാം. 2 പോയിന്റിൽ ഫസ്റ്റ് പോയിന്റ് ഇവിടെ സെലക്ട് ചെയ്യുക, സെക്കൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. ഇനിയും സർക്കിൾ 2 പോയിന്റ് എടുക്കുക. ഫസ്റ്റ് പോയിന്റ് ഈ പോയിന്റ് സെലക്ട് ചെയ്യുക, സെക്കൻഡ് പോയിന്റ് ഈ പോയിന്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ 2 പോയിന്റ് നമ്മൾ സെലക്ട് എടുത്ത്, അപ്പോൾ ഈ സർക്കിൾ കൃത്യമായിട്ട് ഉണ്ടായി കഴിഞ്ഞു. ഇതിനകത്ത് ഈ ഓവൽ ഷേപ്പ് ഉണ്ടായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ലൈൻ നമുക്ക് ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യാം. 13 യൂണിറ്റിലേക്ക് ഓഫ്സെറ്റ് ചെയ്യാം. അപ്പോൾ ഓഫ്സെറ്റ് കമാൻഡ് ഇനി എടുക്കാം. ഓ എൻ്റർ 13 യൂണിറ്റിലേക്കാണ്. 13 യൂണിറ്റിലേക്കാണ്. അപ്പോൾ 13 എൻ്റർ. ഇത് 13 യൂണിറ്റിലേക്ക് ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യാം. എസ്കേപ്പ്. ഇനി നമുക്ക് ഈ ഭാഗം ട്രിം ചെയ്ത് ശരിക്കും ഓവൽ ഷേപ്പ് ആക്കാറ്. അപ്പോൾ ട്രിം കമാൻഡ് എടുത്തിട്ട് TR എൻ്റർ എൻ്റർ. ഇനി ട്രിം ചെയ്യാം. ഈ ഭാഗം ഇത് ട്രിം ചെയ്യാം, ഇത് ട്രിം ചെയ്യാം, ഇതും ട്രിം ചെയ്യാം. ഇനി നമുക്ക് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതിയോ? ഇത് ട്രിം ചെയ്യാൻ പറ്റും. ഇത് ട്രിം ചെയ്യാം, എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്കെല്ലാം ഇത്രയും ആ ഓവർ ഷേപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് കൃത്യമായിട്ടുള്ള ഈ ഓവർ ഷേപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ ഭാഗത്താണ്, ഈ ഭാഗത്ത് നമുക്ക് ചെയ്യേണ്ടത്. ഇത് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഈ ഷേപ്പ് ഉണ്ടാക്കണം. ഇത് നമുക്കൊരു ആർക്ക് എടുത്ത് ഷേപ്പ് ഉണ്ടാക്കാം. അത് സ്റ്റാർട്ട് എൻഡ് റേഡിയസ് ആർക്ക് എടുക്കാം. സ്റ്റാർട്ട് പോയിന്റ് ഇവിടെയും 10 പോയിന്റ് ഇവിടെയും റേഡിയസ് 25.6 എടുക്കാവുന്ന രീതിയിലുള്ള ആർക്ക് എടുക്കാം. നമുക്ക് ആർക്ക് കമാൻഡ് എടുക്കാം. ആർക്കിന്റെ സ്റ്റാർട്ട് ആൻഡ് റേഡിയസ് എടുക്കുക. എന്നിട്ട് നമുക്ക് നോക്കാം, 25.6 റേഡിയസ്. സ്റ്റാർട്ട് പോയിന്റ് ഇത്, എൻഡ് പോയിന്റ് ഇതും സെലക്ട് ചെയ്യാം. ഇനി 25.6 റേറ്റ്, 25.6 എൻ്റർ. അപ്പോൾ ആർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ ആർക്ക് നമുക്ക് ഇവിടെ ഓഫ്സെറ്റ് ചെയ്യാം. 7.6ലേക്ക് ഓഫ്സെറ്റ് ചെയ്യാം. 7.6ലേക്ക്. അപ്പോൾ ഓഫ്സെറ്റ് കമാൻഡ് എടുക്കാം. ഓ എൻ്റർ. 7.6 എൻ്റർ. പിന്നെ ഇത് ഓഫ്സെറ്റ് ചെയ്യുന്നുണ്ട് 7.6. ഇനി നമുക്ക് ഇത് ഫില്ലറ്റ് ചെയ്യണം. റേഡിയസ് 3ലേക്ക് ഇത് ഈ ഭാഗം ഫില്ലറ്റ് ചെയ്യണം. അപ്പോൾ ഫില്ലറ്റ് കമാൻഡ് എടുക്കുക. ഫില്ലറ്റിന്റെ ഷോർട്ട്കട്ട് F ആണ്. F എൻ്റർ. റേഡിയസിന് R എൻ്റർ. റേഡിയസ് എത്രയാണ്? 3 എൻ്റർ. ഇനി നമുക്ക് ഫില്ലറ്റ് ചെയ്യാം. രണ്ട് ഭാഗം ഒപ്പം ഫില്ലറ്റ് ചെയ്യാനായിട്ട് മൾട്ടിപ്പിൾ കമാൻഡ് കൊടുക്കുക. മൾട്ടിപ്പിളിന്റെ ഷോർട്ട്കട്ട് M ആണ്. M എൻ്റർ. ഇനി നമുക്ക് രണ്ട് ഭാഗത്തും ഫില്ലറ്റ് ചെയ്യാം. അത് ഫില്ലറ്റ് ചെയ്ത് എസ്കേപ്പ് ചെയ്യും. ഇനി നോക്കാം. ഇനി നമുക്ക് ഈ ലൈൻ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇപ്പുറമാണ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കാം. ഇവിടെ ഇതിപ്പോൾ 24ആണ്. ഈ ഭാഗം 14ആണ്. 14ൽ നിന്ന് 14 പോയി കഴിഞ്ഞാൽ ബാക്കി 10ആണ്. അപ്പൊ ഇത്രയും ഭാഗം 10ആണ്. ഇവിടെയും 10ആണ്. അപ്പൊ ഈ ഭാഗത്ത് 5ആണ്. ഇവിടെ നിന്ന് 5 യൂണിറ്റ് മാറി കഴിഞ്ഞിട്ട് നമുക്ക് 14 യൂണിറ്റ് നമുക്ക് ട്രാക്ക് ചെയ്ത് എടുക്കാം. ലൈൻ കമാൻഡ് എടുക്കുക. ഇവിടുന്ന് ട്രാക്ക് ചെയ്യാം. 5ലേക്ക് ട്രാക്ക് ചെയ്യാം. 5 എൻ്റർ. ഇനി 14ലേക്ക് വരട്ടെ. 14 യൂണിറ്റ് 14 എൻ്റർ. അപ്പോൾ 14 യൂണിറ്റിലേക്ക് ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഈ 14 യൂണിറ്റിന്റെ ലൈൻ നമുക്ക് ഇങ്ങോട്ട് 76 യൂണിറ്റിലേക്ക് ഓഫ്സെറ്റ് ചെയ്യണം. അപ്പോൾ ഓഫ്സെറ്റ് കമാൻഡ് എടുക്കാം. അപ്പോൾ എൻ്റർ. 26 എൻ്റർ. 76 യൂണിറ്റിലേക്ക് ഓഫ്സെറ്റ്. ഇനി ലൈൻ കമാൻഡ് കൊണ്ട് ഈ ഭാഗം നമുക്ക്
ഇനി ഈ ഭാഗം നമുക്ക് ലൈൻ കമാൻഡ് ഉപയോഗിക്കാം. ഭാഗം ലൈൻ കമാൻഡ് ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് ലൈൻ കമാൻഡ് ഈ ഭാഗത്താണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഈ ഭാഗം അപ്പോൾ ആദ്യം ഈ എൻഡ് പോയിന്റിൽ 11 യൂണിറ്റിലേക്ക് നമുക്ക് ലൈൻ വരക്കാം. അത് 6.5 യൂണിറ്റിലേക്ക് ഇങ്ങോട്ട് താഴേക്ക് വരക്കാം. കമാൻഡ് എടുക്കാം. ഇവിടെ നിന്ന് 11 യൂണിറ്റിലേക്ക് 11 എൻ്റർ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 6.5 യൂണിറ്റിലേക്ക് 6.5 എൻ്റർ. ഇനി നോക്കാം 6.5 കഴിഞ്ഞിട്ട് പിന്നെ 6.5 കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്ര യൂണിറ്റ് ആണ്? 22 മൈനസ് 11. അപ്പോൾ 11 തന്നെ. 28 എടുക്കാൻ പറഞ്ഞു. 11 തന്നെ. അങ്ങോട്ട് 11 യൂണിറ്റിലേക്ക് ഇനി നോക്കാം. ഈ ഭാഗം എത്രയാണ്? 6.5 തന്നെ. ഈ ഭാഗത്ത് 6.5 ആയിരിക്കും. ഇങ്ങോട്ട് 6.5 ആണെങ്കിൽ ഇത് 6.5 ആയിരിക്കും. അപ്പോൾ പെർസെൻ്റായിട്ട് വരും 6.5 എൻ്റർ. ഇനി എത്രയാണെന്ന് നോക്കാം. ഇത്രയും ഭാഗം 8 യൂണിറ്റ് ആണ്. ഭാഗം 8 യൂണിറ്റ്. ഈ 8 യൂണിറ്റിലേക്ക് നമുക്ക് ഒരു ലൈൻ ആക്കാം. എൻ്റർ. ഇനി നോക്കാം. 8 യൂണിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് 5 യൂണിറ്റിലേക്കാണ്. ഇങ്ങോട്ട് 5 യൂണിറ്റിലേക്ക് 5 എൻ്റർ. ഇങ്ങോട്ട് എത്രയാണെന്ന് നോക്കാം. 5 യൂണിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ആകെ ഇത് 17 ആണ്. അതിൽ 8 യൂണിറ്റ് പോയി. അപ്പോൾ ഇനി 9 ആണ് യൂണിറ്റ്. അപ്പോൾ ഇങ്ങോട്ട് 9 യൂണിറ്റ് ആണ്. ഇനിയും 9 യൂണിറ്റ് ആണ്. 9 എൻ്റർ. 9 യൂണിറ്റ് കഴിഞ്ഞ് ഇനി ഇങ്ങോട്ട് 5 യൂണിറ്റ് തന്നെ. കാരണം എന്നാലേ ഹൊറിസോണ്ടൽ ആവുള്ളൂ. ഇതിനോട് ഹൊറിസോണ്ടൽ ആണ് 5 യൂണിറ്റ്. ഇപ്പോഴത്തെ 5 യൂണിറ്റ് അതുപോലെയാണ് 5 യൂണിറ്റ്. 5 എൻ്റർ. ഇനി എത്രയാണ്? ഇവിടെ 6 യൂണിറ്റ് ആണ് പിന്നീടുള്ളത്. 6 യൂണിറ്റ്. അപ്പോൾ 6 യൂണിറ്റ് 6 യൂണിറ്റിലേക്കുള്ള ലൈൻ 6 എൻ്റർ. നോക്കാം. 6 കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്ത് 6-ൽ നിന്ന് 15-ൽ നിന്ന് 6 പോയ പിന്നെയും 9 ആണ്. അപ്പോൾ 9 യൂണിറ്റിലേക്കാണ് സോറി ഇവിടെ ഇനി 5 യൂണിറ്റ് ആണ്. ഇങ്ങോട്ട് 5 യൂണിറ്റ് അല്ലേ? അപ്പോൾ ഇവിടെ ഇനി 6.5 ആണ്. ഇങ്ങോട്ട് 6.5 ആണ്. ഈ ഭാഗത്ത് 6.5. 6.5 കഴിഞ്ഞിട്ടാണ് അത് 6.5 എൻ്റർ. 6 കഴിഞ്ഞിട്ടാണ് 9 യൂണിറ്റ്. 15 മൈനസ് 6 9. 9 യൂണിറ്റ്. 9 യൂണിറ്റ്. 9 എൻ്റർ. ഇപ്പോൾ തന്നെ 6.5 ആണ്. ഈ പെർസെൻ്റ് ലൈൻ വരാനായിട്ട് 6.5 6.5 6.5 എൻ്റർ. അപ്പോൾ ശരിയായി. നമുക്ക് ഇവിടെ കൊണ്ട് ഈ പോയിന്റ് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ ഭാഗം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഭാഗം കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഈ ഭാഗത്ത് ഇവിടെ നോക്കാം. ഈ ലൈൻ 3 യൂണിറ്റ് ഓഫ്സെറ്റ് ചെയ്യണം അകത്തേക്ക്. പിന്നെ ആ ലൈൻ തന്നെ പിന്നെ 1.4 യൂണിറ്റ് പിന്നീടും ഓഫ്സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓഫ്സെറ്റ് ആവാൻ എടുക്കാം. ആദ്യം എൻ്റർ. ഈ ലൈൻ സെലക്ട് ചെയ്യുക. 3 യൂണിറ്റ് ഓഫ്സെറ്റ് ചെയ്യുക. ഇനി അത് 1.4 അപ്പോൾ 1.4 എൻ്റർ. 1.4
ഇനി നമുക്ക് ഈ ഭാഗത്ത് ഇത് നമുക്ക് പ്രിന്റ് ചെയ്ത് കളയാം. ഈ ട്രിം കമാൻഡ് എടുക്കാം. TR എൻ്റർ എൻ്റർ ഷോർട്ട്കട്ട്. ഈ ഭാഗം ചെയ്യാം. ഈ ഭാഗം പ്രിന്റ് ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഇത് ഇത്രയും ശരിയായി. നമുക്ക് ചെയ്യേണ്ടത് ഈ ഭാഗം രണ്ടും ഫില്ലറ്റ് ചെയ്യേണ്ടതാണ്. ഈ ഭാഗം ആ ഫില്ലറ്റ് റേഡിയസ് 3-ലാണ് ഫില്ലറ്റ് ചെയ്യേണ്ടത്. ആ ഫില്ലറ്റ് കമാൻഡ് ഉപയോഗിക്കുക. ഇവിടെ രണ്ടിടത്തും ഇപ്പൊ മൾട്ടിപ്പിൾ ഫില്ലറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഫില്ലറ്റ് കമാൻഡ് ഉപയോഗിക്കാം. F1 ഷോർട്ട്കട്ട്. F എൻ്റർ. 3 ആണ് റേഡിയസ്. അപ്പൊ R എൻ്റർ, 3 എൻ്റർ. ഈ മൾട്ടിപ്പിളിന് M എൻ്റർ. രണ്ട് സ്ഥലത്ത് നമുക്ക് ഒപ്പം ഫില്ലറ്റ് ചെയ്യാം. M എൻ്റർ. ഇവിടെ ഫില്ലറ്റ് ചെയ്യാം. ഈ ഭാഗം ഫില്ലറ്റ് ചെയ്യാം. നമ്മൾ കൃത്യമായിട്ട് ഫില്ലറ്റ് ചെയ്ത് കൺട്രോൾ ഇപ്പോൾ ഇത് നമ്മൾ കൃത്യമായി ഈ ഓബ്ജക്റ്റ് ഈ 2D ലൈൻസ് ഉപയോഗിച്ച് ഈ 2D ഓബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. കൃത്യമായിട്ട് ഇത് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതേ രീതിയിൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.